Okay, so in this video, I am going to discuss about the concept of 3NF and BCNF. So we have seen what is 3NF, BCNF എന്താന്ന് just പറഞ്ഞിട്ടില്ല. So you have given a relation R with the three attributes A, B, C, and the functional dependencies are A, B derives C and C derives A. Now you have to show that this relation is in 3NF but not in BCNF. Okay. ഇപ്പൊ 3NF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ആണ്. ഇപ്പൊ A derives B, B derives C അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ. 3NF ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് നോക്കുന്നത് നമ്മൾ BCNF എന്ന് പറയുന്ന കണ്ടീഷൻ ആണ്. അപ്പൊ BCNF എടുക്കുമ്പോൾ വാട്ട് ഇസ് BCNF മീൻസ് അപ്പൊ BCNF പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കീ. അപ്പൊ ഇവിടുത്തെ കീ എന്ന് പറയുന്നത് ആരാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് ബി മാത്രമാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നുള്ളൂ. ഓക്കെ. പക്ഷെ ബി മാത്രം ഡിറൈവ് ചെയ്യുന്ന ആളില്ല. അതുകൊണ്ട് എ ബി എന്ന് പറയുന്നതിന്റെ ക്ലോഷർ എടുത്ത് നോക്ക്. എ ബിന്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ എ ഡിറൈവ് ചെയ്യും, ബി ഡിറൈവ് ചെയ്യും, പിന്നെ എ ബി സിന്റെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ആകെ 3 ആട്രിബ്യൂട്ട്സേ ഉള്ളൂ. സോ എ ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കീ എന്ന് പറയുന്നത്. അപ്പൊ ഈ കീ എന്ന് പറയുന്നത് ഇസ് എ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. എ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്, ബി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. സോ ദീസ് ടു ആട്രിബ്യൂട്ട്സ് ആർ കോൾഡ് ആസ് പ്രൈം ആട്രിബ്യൂട്ട്സ് ബിക്കോസ് ദീസ് ആർ ദ പാർട്സ് ഓഫ് പ്രൈമറി കീ. പ്രൈമറി കീന്റെ പാർട്ടായിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സിനെ പറയുന്നതാണ് പ്രൈം ആട്രിബ്യൂട്ട്സ്. ഓക്കെ. അപ്പൊ വാട്ട് ഡസ് BCNF മീൻസ്? ദർ ഷുഡ് നോട്ട് ബി എനി കണ്ടീഷൻ ലൈക്ക് എ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഡിറൈവ്സ് പ്രൈം ആട്രിബ്യൂട്ട്. അതായത് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ BCNF അല്ല. ഓക്കെ. അതായത് ഒരിക്കലും ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറൈവ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് C ഡിറൈവ്സ് A എന്ന് പറയുന്ന ഒരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്. പക്ഷെ C എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് പ്രൈമറി കീ. അതിന്റെ അർത്ഥം C എന്തല്ല, ഒരു പ്രൈം ആട്രിബ്യൂട്ട് അല്ല. സോ ദിസ് ഇസ് എ നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഇപ്പൊ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് പ്രൈമറി കീന്റെ പാർട്ടായിട്ടുള്ള എനെ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ദിസ് ഇസ് ദ വയലേഷൻ ഓഫ് BCNF. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വേറെ ടേബിളിൽ എഴുതണം. അതായത് R1 എന്ന് പറയുന്ന ടേബിളിൽ നമുക്ക് എന്ത് എഴുതാം? എ ഡിറൈവ്സ് എ ബി മാത്രം എഴുതാം. എ ബി ഡിറൈവ്സ് സി എന്ന് എഴുതണം എന്നില്ല. ഓക്കെ. ദെൻ R2 എന്ന് പറയുന്ന ടേബിളിൽ നമുക്ക് എന്ത് എഴുതാം? സി ഡിറൈവ്സ് എ എന്ന് പറയുന്ന കണ്ടീഷൻ എഴുതാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് എയും ബിയും സിയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഡീകമ്പോസിഷൻ ഓഫ് BCNF. അപ്പൊ ഇതിൽ എ ബി ഡിറൈവ് സി എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ സി ഡിറൈവ് എ വരും. അതുകൊണ്ടാണ് അത് രണ്ടാമത് ഇതിനകത്ത് എഴുതാതിരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്രയുള്ള ഒരു ടേബിൾ എടുത്തിട്ട് അതിലുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് നോക്കാം. അപ്പൊ എവിടെയെങ്കിലും ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡീകമ്പോസ് ചെയ്ത് എഴുതാം. സോ ദിസ് ഇസ് BCNF കണ്ടീഷൻ.